ഈ കഴിഞ്ഞ സമയത്ത് BSFിൻ്റെ ഒരു കോൺഫറൻസ്, അപ്പോൾ അതിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ നടത്തിയൊരു പ്രസ്താവന അത് ഇന്ത്യയിൽ തന്നെ വൈറലായിട്ട് വരികയാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. ഒക്ടോബർ 7 ശേഷം ഉറപ്പായിട്ടും ഇസ്രായേൽ ഗാസയിൽ ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് ഗ്രൗണ്ട് ഒഫൻസീവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേൽ ഇറാൻ്റെ, അദ്ദേഹം പറയുന്ന പോയിൻ്റ് ഏകദേശം 1500ഓളം മിസൈൽസും ഡ്രോൺസും റോക്കറ്റ്സും ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. അത് കറക്റ്റാണ്. പല പ്രോക്സീസിനെയും കൂടെ ഈ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചു. ഇതിനെ എങ്ങനെയാണ് ഇസ്രായേലി ഡിഫൻസ്, ഇസ്രായേലി സൈനികം ഇതിനെ എങ്ങനെയാണ് ചെറുത്ത് നിന്നത്, അതൊരു ക്ലാസിക് എക്സാമ്പിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീടൊരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇൻ ഫ്യൂച്ചറിൽ ഇസ്രായേലിനെതിരെ അവിടെയുള്ള അറബ് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ പോലും ഇസ്രായേൽ ഇതിനെയെല്ലാം ഒറ്റയ്ക്ക് നേരിടും. അതാണ് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതായത് ഇവർ ഇറാൻ അയച്ച ഇത്രയും ആയുധങ്ങൾ, അവിടുന്ന് മിസൈലും റോക്കറ്റ്സും ഒക്കെ അയച്ചിട്ട് പോലും ഇസ്രായേലിൽ വന്ന് പതിച്ചേക്കുന്ന 3 എണ്ണമാണ്. അതിൽ അജിത് ഡോവൽ എടുത്തു പറയുന്നത് 99% ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഇറാൻ്റെ മുകളിൽ വിജയിച്ചു. 99% സക്സസ് റേറ്റാണ് അജിത് ഡോവൽ അതിന് കൊടുക്കുന്നത്. ഇനി അദ്ദേഹം മറ്റൊരു പോയിന്റ് കൂടെ പറയുന്നത്, ഇസ്രായേൽ അജയ്യ ശക്തിയായി മാറി. ഗ്ലോബൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിച്ച് ഡിഫൻസ്, അതായത് ഒഫൻസീവായിട്ട് വരുന്നവരുടെ ഇത്രയും വെപ്പൺസ് ഒരുമിച്ചാണ് ഈ വരുന്നത്, അതിനെ എങ്ങനെ ഡിഫൻസ് ചെയ്യാം, അതിനെ അവരുടെ ടെറിട്ടറി പോലും കയറ്റാതെ ആകാശത്ത് വെച്ച് തീർത്ത് കളഞ്ഞു. ഇത് ലോകത്തെ പല രാജ്യങ്ങളും പഠിക്കേണ്ട പാഠമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും ഇത് മനസ്സിലാക്കിയിരിക്കണം. കാരണം എങ്ങനെയാണ് ഇത് ചെയ്തത്, കാരണം അത്രമാത്രം പ്രിസൈസും ക്രിസ്പുമായിട്ടും ഷാർപ്പായിട്ടാണ് ഇസ്രായേലി ഡിഫൻസ് അതിനെ നേരിട്ടത്. ഏകദേശം 6 ലക്ഷത്തോളമാണ് ഇറാനിയൻ ഡിഫൻസ് എന്ന് പറയുന്നത്, അതായത് മാൻ പവർ. അവർ ഭയങ്കര ക്ലെയിമാണ് നടത്തിയത്. അവർക്ക് പ്രോക്സീസ് ഉണ്ടായിരുന്നു പലയിടത്ത്. 12-16 പ്രോക്സീസാണ് ഇസ്രായേലിന് ചുറ്റും അവർ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, അൽ ബാദർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ പ്രോക്സീസാണ് ഇറാഖിലും ലെബനിലും മറ്റ് പല ഭാഗത്തായിട്ട്. അപ്പം ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ നേരിട്ടത്, അത് ഇനിയും വരാൻ പോകുന്ന ലോകം പഠിക്കാൻ പോകുന്നൊരു പാഠമാണ്. കാരണം എങ്ങനെ നേരിടും. അപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിൻ്റുണ്ട്. ഒക്ടോബർ 7, അതായത് ഹമാസ് ഇസ്രായേലിലോട്ട് നടത്തിയ അറ്റാക്ക്, ഏകദേശം 1200 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ പറയുന്നത് ഇസ്രായേലിലെ കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. അതിലവർ കാണിച്ചത് ഹിമാലയൻ ബ്ലണ്ടർ തന്നെയാണ്. കാരണം ഒരു കാരണവശാലും ഇത്രമാത്രം ഫോഴ്സ് അവിടെ അത് രൂപപ്പെട്ട് വന്ന്, അതായത് ടെറർ ഫോഴ്സ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് പോലും ഇസ്രായേലിനത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ അകത്ത് പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇസ്രായേലിനാണെങ്കിൽ കൂടുതലും ടെക്നോളജി ബേസ്ഡ് ആണ്. കാരണം ഈ അവരുടെ ബോർഡറിലൊന്നും നമ്മളെ പോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സോ ഇങ്ങനെ അവരൊന്നുമില്ല. കാരണം ഓട്ടോമാറ്റിക് ഗണ്ണും അതനുസരിച്ച് സാറ്റലൈറ്റ് അനുസരിച്ച് ഫയർ ചെയ്യുന്ന എയർഡോം ഒക്കെയാണ്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഹ്യൂമൻ പവർ, അതായത് BSFിൻ്റെ ആ മീറ്റിങ്ങിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇസ്രായേൽ നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഈ ഗാസയിലും ഹമാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒക്ടോബർ 7 പോലെ ഒരു ആക്രമണം ഇസ്രായേലിൽ ഉണ്ടാവുകയില്ല. പക്ഷേ അതേപോലെയുള്ള ആക്രമണം
ഇന്ത്യക്കെതിരെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ നിന്നും. നമ്മുടെ ശത്രു ഇപ്പോൾ താലിബാനെ പിടിച്ചു. താലിബാൻ ഒരിക്കൽ പറഞ്ഞതാണ് അവർ ഇന്ത്യയിൽ ഇതേപോലെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അതേപോലെ ടെറർ ഫോഴ്സുകൾ മറ്റുള്ള ടെറർ ഫോഴ്സുകളുമായിട്ട് ചേർന്ന് ഒക്ടോബർ 7 പോലെ കാശ്മീരിലോ പഞ്ചാബിലോ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ ഇതേപോലെ ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതേപോലെയുള്ള അറ്റാക്കിനെ നമ്മൾ ഇപ്പോഴേ അത് പഠിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് അതിനെ തകർക്കേണ്ടത്, അതായത് അറ്റാക്കിന് മുമ്പ്. അപ്പം ഇതിനെപ്പറ്റിയാണ് ഹ്യൂമൻ ഇൻ്റലിജൻസ് എത്ര ശതമാനം വർക്ക് ചെയ്താൽ മാത്രമാണ് ഒക്ടോബർ 7 പോലെയുള്ള അറ്റാക്ക് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം അത് അവർ തുടങ്ങുമ്പോഴേ അതിനെ തകർക്കുക എന്നുള്ളത് മറ്റൊരു പോയിന്റ്. രണ്ടാമത് പറയുന്നൊരു സംഭവം, എങ്ങനെയാണ് ഇറാനും അവരുടെ പ്രോക്സി ഫോഴ്സുകളെ എങ്ങനെയാണ് ഇസ്രായേൽ നേരിട്ടത്, അതും നമ്മൾ പഠിക്കേണ്ട പാടാണ്. കാരണം ഒരു ബ്ലണ്ടർ ഇസ്രായേലിനുണ്ടായി ഒക്ടോബർ 7. അതിനുശേഷം അവരിലുണ്ടായ മാറ്റമാണ്. കാരണം ഇത്രമാത്രം മിസൈലും ഡ്രോൺസും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുമ്പം അതിനെ എങ്ങനെയാണ് ഡിഫൻസ്, കാരണം അവരുടെ ടെറൈൻ വരാതെ തന്നെ ആകാശത്ത് വെച്ച് തീർത്ത് കളയുക, ഇത് പഠിക്കേണ്ട പാഠമാണ്. അങ്ങനൊരു രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലും ഇന്ത്യക്കും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്കും വലിയ പാഠമാണ് ഇസ്രായേൽ തന്നിരിക്കുന്നത്. കാരണം ഒന്ന് അവരുടെ ഫെയിലിയറായി ഒക്ടോബർ 7, രണ്ടാമത് അവരെങ്ങനെയാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഡിഫൻസ് ഒന്നുമല്ലാതാക്കി മാറ്റി ഗ്ലോബലി അവർ പൂജ്യമായി മാറി. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഫോഴ്സുകളുമായി നാഷണൽ, അതായത് സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന സുപ്രധാന പോയിൻ്റാണ് എങ്ങനെയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. ഡിഫൻസ് ഫോഴ്സും അവരുടെ ഒരു പാഠം ഇന്ത്യക്കും പഠിക്കേണ്ടതാണ്.